എന്തവൾക്ക് പറ്റിയത്? എന്തവളെ ഇങ്ങനെ? ഈ പെണ്ണിന്റെ കെട്ടിയവൻ ചത്തതിന് ശേഷം ഇങ്ങനെ തന്നെയാ, ഏതു നേരവും കരച്ചിലും വീഴ്ചിലും. അസത്ത്. അവർ ഇഷ്ടക്കേടൂടെ പറഞ്ഞു. ഭർത്താവ് മരിച്ചെന്നു. മഹിയുടെ അവളെ കിട്ടിയത്? മഹി തല കുനിച്ചു. മഹിയോ? മഹി എൻ്റെ ഇളയ മകളെ കെട്ടാൻ പോകുന്നേ. ദക്ഷിണ മനസ്സിലാകാത്ത പോലെ നെറ്റിച്ചുളിച്ചു മഹിയെ നോക്കി. മഹി തല കുനിച്ചു. മാധവൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. ഇല്ല, എൻ്റെ നിവി അങ്ങനെയൊന്നും ചെയ്യില്ല. മഹിയുടെ സ്ഥാനത്ത് അവൾക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല. അല്ല, അവൾ തന്നെയാ പറഞ്ഞത് സൂരജിനെ ഇഷ്ടം, അവനെ കിട്ടുന്നൊക്കെ. സൂരജ് എന്ത് മറുപടി പറഞ്ഞതിന്? അവൻ അവൾ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞു. ഇല്ല, എന്തൊക്കെ അതിനിടയിലുണ്ട്. നിവി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഓ, ഇവള് പൂച്ചക്കുട്ടിയല്ലേ, മിണ്ടാതിരുന്ന് കല ഒടിച്ച അവൾക്ക് ശീലം. ഞാൻ ചോദിക്കട്ടെ അവളോട്, അവൾ ഒരിക്കലും എന്നോട് നുണ പറയില്ല. നിവി കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ ദക്ഷി അടുത്തിരിക്കുന്നതാണ് കണ്ടത്. നിവി ഒന്ന് എഴുന്നേറ്റിരുന്നു. അപ്പത്തിന് നിവിയുടെ കവിളിൽ അടി വീണിരുന്നു. എല്ലാവരും അന്താളിച്ച് നിന്നു. ഞാൻ എന്താടി ചത്തുപോയെന്ന് വിചാരിച്ചു? എന്നെ ഒന്നും അറിയിക്കാത്തത് എന്താ? നിവി തല കുനിച്ചിരുന്നു. അയ്യടാ, ഇരിക്കുന്നത് കണ്ടില്ലേ, അവളുടെ കുറെ വെള്ള ഉടുപ്പും ചീലയും. നിവി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. കണ്ടാലും മതി, അവളുടെ ഊഞ്ഞ മോന്ത. എന്താടി നോക്കി പീഡിപ്പിക്കുന്നത്? നിവി ഒന്നും മിണ്ടിയില്ല. എനിക്ക് സംസാരിക്കണം. നിവി ഒന്നും മിണ്ടിയില്ല. ദക്ഷി വീണ്ടും തുടർന്നു. വാ, നമുക്കിൻ്റെ റൂമിൽ പോയിരുന്ന് സംസാരിക്കാം. ദക്ഷിണയിൽ നിവി റൂമിലേക്ക് പോയി. അല്ല നിവി, നിനക്ക് അത്രയ്ക്കിഷ്ടമാണ് ഈ വെള്ള നിറം? പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ വെള്ള നിറം കാണുമ്പോൾ ഒരു പേടിയാ. പിന്നെന്തിനാണ് ഈ വെള്ള നിറത്തിലെ സാരി ഉടുത്തിരിക്കുന്നത്? അത് ഉടുക്കണമെന്ന് ഇവരൊക്കെ പറയുന്നത്. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെയാണ് അവൾ പറഞ്ഞത്. ദക്ഷിക്ക് മനസ്സിലെന്തോ ഭാരം എടുത്തു വെച്ച പോലെ തോന്നി. നിനക്കറിയൂ ദക്ഷി, ഇവരൊക്കെ എന്നെ നികിഷ്ട ജീവിയെ പോലെ കാണുന്നു. എപ്പോഴും ഒരു കുത്തുവാക്കുകളും അവരുടെ ഇഷ്ടങ്ങൾ എൻ്റെ മേലടിച്ചേൽപ്പിക്കും. നിറക്കണ്ണുകളോട് പറയുന്നവളെ ദക്ഷിമ ചിമ്മാതെ നോക്കിയിരുന്നു പോയി. എന്താ നടന്നത്? എന്ത്? അവരൊക്കെ നീ പറഞ്ഞത് വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കില്ല ദക്ഷി, കാരണം എനിക്കറിയാം നിന്നെ. എന്നോട് കള്ളം പറയണ്ട. ഞാൻ ചീത്തയാ ദക്ഷി, മഹിയേട്ടനും ഞാൻ ചേരില്ല. നീ എങ്ങനെ ചീത്തയാകുന്നേ? ഞാനും മഹിയേട്ടനും ഇഷ്ടത്തിലായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്നല്ലേ. ഒരിക്കൽ മഹിയേട്ടൻ്റെ ഫോണിൽ നിന്നും മെസ്സേജ് വന്നു, വയലിലെ പണിസ്ഥലത്ത് വീട്ടിലേക്ക് ചെല്ലാൻ. അവിടെ വെച്ച് സ്ഥിരം നമ്മൾ കാണുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ പോയി. മഹിയേട്ടൻ ഇന്ന് ഇവരെ തെറ്റായി കണ്ടിട്ട് കൂടിയില്ല. ആ വിശ്വാസത്തില ഞാൻ പോയത്. ഏത് പാതിരാത്രിയും അവിടെ ഏട്ടനെ പോകാൻ എനിക്ക് പേടിയില്ല, അത്രയ്ക്ക് വിശ്വാസമാണ്. എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹിയേട്ടനല്ല, സൂരജേട്ടനായിരുന്നു. സൂരജോ? ആ വാ നിവി, തനിക്ക് സുഖാണോ? താനെന്താ ഇവിടെ? മഹിയേട്ടൻ വരാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിട്ടാ? എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാ. ആരെ ഏട്ടാ? അതൊക്കെ പറയാം. അമ്പലത്തിൽ പോകാതെ ഞാൻ സ്ഥിരം അമ്പലത്തിൽ പോകാൻ തുടങ്ങിയത് പോലും അവളെ കാണാനായിരുന്നു. നീണ്ട മുടിയും മാൻപിട കണ്ണും ആപ്പിൾ പോലെ തുടുത്ത കവിളും. അവളെ കാണുമ്പോൾ തന്നെ ഒരു ഉന്മാദ അവസ്ഥയാ. അവനൊരു പ്രത്യേക ഭാവത്തോടെയാണ് അത് പറഞ്ഞത്. നിവിക്ക് അത് കണ്ടപ്പോൾ തന്നെ വല്ലാതെയായി. തനിക്കറിയാവോ, അവളെ കാണുമ്പോൾ ഓടിച്ചെന്ന് എന്തൊക്കെയോ ചെയ്യാൻ തോന്നും. പക്ഷേ അവളെ എൻ്റേതാക്കാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. അവളുടെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് പണം കൊടുത്താൽ വീഴും. അങ്ങനെ അവൾ പോലും അറിയാതെ ഞാൻ അവളെ പ്രണയിച്ചു നടന്നു. നിവ്യ ഗംഭരെന്ന് അവനെ നോക്കി. പക്ഷേ അവളെന്നെ തോൽപ്പിച്ചു. അവളെന്നെ മൈൻഡ് ചെയ്യാതെ എൻ്റെ അനിയനെ പ്രണയിച്ചു. അത്രയും നാള് അവളെ പ്രണയിച്ച ഞാൻ വെറും വിഡ്ഢി. നിവ്യ അത് കേൾക്കെ തറഞ്ഞു നിന്നു പോയി. അവൾക്കാകെ വിപ്രളമായി. ഒരിക്കൽ പോലും സൂരജിന് അവൾ തെറ്റായി കണ്ടിട്ടില്ല. മാഹിയുടെ ഏട്ടൻ എന്ന നിറഞ്ഞ ബഹുമാനമായിരുന്നു. അവിടെയും തീർന്നില്ല. കല്യാണം ഉറപ്പിച്ചു. മഹേഷ് എന്നെൻ്റെ അനിയൻ്റെയും നിവേദി എന്നെൻ്റെ പ്രണയത്തിൻ്റെയും. അതിന് വരാൻ ക്ഷണക്കത്തും. അങ്ങനെങ്ങും മറക്കാനല്ല ഈ സൂരജ് നിന്നെ പ്രണയിച്ചത്. എനിക്കറിയാം നിന്നെ എങ്ങനെ എൻ്റേതാക്കേണ്ടതെന്ന്. അത്രയും പറഞ്ഞ സൂരജ്
അവളെ കയറി പിടിച്ചു. അവളാവുന്നത്രയും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവളുടെ മൂക്കിൽ അവൻ ഒരു തുണി കൊണ്ട് പൊത്തി. അവൾ ബോധം കെട്ടു വീണു. വളരെ മൃഗീയമായി അവൻ അവളെ റേപ്പ് ചെയ്തു. ബോധമില്ലായ്മയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാവശ്യത്തോടെ അവൻ അവളിൽ പടർന്ന് കയറി. ബോധം വന്നപ്പോൾ തൻ്റെ മേലൊരു തുള്ളി തുണി പോലും ഇല്ലായിരുന്നു. ഉള്ള തുണിയെല്ലാം ചേർത്ത് വെച്ചു മാനം മറച്ചിരുന്നു. പക്ഷെ അവനൊരു ലാഘവത്തോടുകൂടി പറഞ്ഞു, താൻ വിഷമിക്കണ്ട, ഇതിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ. പിന്നെ നീ ആലോചിക്കും, എൻ്റെ കൂടെ കിടന്നിട്ട് നിന്റെ മഹിയേട്ടൻ കൂടെ പോയി കിടക്കണോ അതോ കൂടെ കിടന്ന് എന്നെ കെട്ടണോ എന്ന്. താലി കിട്ടുന്ന അവസാന നിമിഷം വരെ ഞാൻ കാത്തിരിക്കും. എനിക്കറിയാം നിവി, നിനക്കെന്നെ സ്വീകരിച്ചു കഴിയാൻ മാത്രമേ ഇനി സാധിക്കുമെന്ന്. അത്രയും പറഞ്ഞവൻ അവിടെ നിറങ്ങിപ്പോയി. നിവി പൊട്ടിക്കരഞ്ഞ് അവിടെ ചുരുണ്ടു കൂടി. പക്ഷെ അവൾ കരച്ചിലിനൊടുവിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വീട്ടിൽ വന്ന് റൂമിൽ ഒതുങ്ങിക്കൂടി. പക്ഷേ ആരും ഒന്നും ചോദിച്ചില്ല. തനിക്ക് വന്ന മാറ്റങ്ങൾ പോലും ആരും അറിഞ്ഞില്ല. തന്നോട് കുറച്ച് മനസാക്ഷി കാണിക്കുന്ന ആതിരയോട് മാത്രം എല്ലാം പറഞ്ഞു. അവൾ നിശബ്ദമായി എല്ലാം കേട്ട് നിന്നു. കല്യാണ ദിവസമായി മഹിയേട്ടൻ താലി കെട്ടാൻ അടുത്തിരുന്നപ്പോൾ എന്തോ മനസ്സനുവദിച്ചില്ല. ക്രോധത്തോടെ എന്നെ നോക്കി നിൽക്കുന്ന സൂരജിനെ കണ്ടത്. അയാളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ തോന്നിയില്ല. മഹിയേട്ടനെ ചതിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാവരോടും ഉച്ചത്തിൽ പറഞ്ഞു സൂരജിനാ ഇഷ്ടമെന്ന്. എല്ലാവരും ഒരു വെറുപ്പോടെ എന്നെ നോക്കി. സൂരജിൻ്റെ മുഖത്തൊരു വിജയഭാവമായിരുന്നപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലും പരിഹാസങ്ങൾക്കൊടുവിൽ മഹിയേട്ടൻ തന്നെ പറഞ്ഞു സൂരജേട്ടനോട് താലി കെട്ടാൻ. അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ദേഹം മുഴുവനും ചുട്ടുകൊള്ളുന്ന പോലെ തോന്നി എനിക്ക്. ദക്ഷിയാകെ തറഞ്ഞിരുന്നു, ഒരു ശില്പത്തെ പോലെ. പക്ഷേ അവളേക്കാൾ ഉപരി നെട്ടിയത് പുറത്തേതെല്ലാം കേട്ടുന്ന മാഹിയും വൈഷ്ണവും മാധവനുമായിരുന്നു. ഒരു നിമിഷം അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും സാധിച്ചില്ല. ദക്ഷി അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞും നിവിയോടൊരു വാക്കുപോലും പറയാതെ അവൾ അവിടെ നിറങ്ങിപ്പോയി. ഒരു പാവയെ പോലെ വൈഷ്ണവാകെ നേറിപ്പുകഞ്ഞു. താൻ എന്തിനാ ഇങ്ങനെ ഒരു ആണായി നടക്കുന്നത്? സ്വന്തം സഹോദരിയെ കണ്ണീർ കുടിപ്പിച്ചവൻ അവന് സ്വയം അറപ്പ് തോന്നി. അവനോർത്തതും ഇപ്പൊ കണ്ണടിക്കും അമ്മയുടെ മുഖമാണ്. എൻ്റെ മോളുടെ ജീവിതം നീയൊക്കെ തുലച്ചലട എന്ന അമ്മയുടെ വാക്കുകൾ കാതിനെ ചുട്ടു പൊള്ളിക്കും. മാധവൻ നിവിടെ റൂമിലേക്ക് വന്നു. മോളെ, ഞാൻ നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചത്. ഇവിടെ കിടന്ന് എൻ്റെ മോള് നശിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഈ അച്ഛൻ അങ്ങനെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. നിവി അതൊരു നിർവികാരതയോടെ കേട്ടു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. അവളുടെ മുഖത്തൊരു ഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷെ മുറ്റത്ത് നിൽക്കുന്ന ദക്ഷിയെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ദക്ഷി ഇറങ്ങിപ്പോയെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവൾ മുറ്റത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നിവിയുടെ കണ്ണുകൾ വിടർന്നു. മാധവൻ അവളുടെ മാറ്റം ഇമ വെട്ടാതെ നോക്കി നിന്നു. ദക്ഷി ആരെയും നോക്കാതെ നേരെ നിവിയുടെ അടുത്തേക്ക് വന്നു. മാധവൻ നിവിയുടെ കട്ടിലിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ നോക്കി ദക്ഷി ചിരിച്ചെന്ന് വരുത്തി. മാധവൻ അവരെ നോക്കി കാണുകയായിരുന്നു. നിവിയുടെ മനസ്സ് മാറ്റാൻ ദക്ഷിക്ക് കഴിയുമെന്ന് മാധവൻ ഒരു നിമിഷം ചിന്തിച്ചു. ദക്ഷി അന്നത്തെ ദിവസം മുഴുവൻ നിവിക്കൊപ്പമായിരുന്നു. ദക്ഷി വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിവി എല്ലാത്തിനും ഒരു കേൾവിക്കാരിയായി മാത്രമിരുന്നു. പക്ഷെ കുറച്ചു മുന്നേ പറഞ്ഞതിനെ പറ്റി നിവിയോട് അവളൊന്നും ചോദിച്ചില്ല. ദക്ഷി വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഡ്രൈവർ ആഹാരം കൊണ്ടുകൊടുത്തു. ആർത്തിയോടെ വാരി തിന്നവളെ ദക്ഷി നിറക്കണ്ണുകളോടെ നോക്കിയിരുന്നു. പക്ഷെ നിവി പോലും അറിയാതെ ദക്ഷി അവൾക്ക് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുത്തു. അതിന് തറക്കല്ലും ഇട്ടിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്നവളാണ്. ഇന്ന് വരെ കണ്ട കൂട്ടുകാരെ പോലെയല്ല. എല്ലാ കൂട്ടുകാരോടും ബന്ധുക്കളോടും വീട്ടുകാരോടും എന്ത് പറഞ്ഞാലും അവസാനം എത്തി നിൽക്കുന്ന വേദിയിലാണ്. മഹിൽ അവൾ സന്തോഷവതിയാണെന്നറിഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ തനിക്ക് ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ദക്ഷി പോയപ്പോൾ നിവി ഒന്ന് ശ്വാസം എടുത്ത് നിലത്ത് നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സൂരജ് അവളുടെ മേലായി നിറങ്ങുന്നത് അവൾ ഓർത്തു. വൈഷ്ണവും മാധവും മാഹിയും ഒരുപോലെ നേറിപ്പുകഞ്ഞു. അവളോടൊന്നും ചോദിക്കാനോ പറയാനോ അവർക്ക് ധൈര്യമുണ്ടായില്ല. അവളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാനൊന്നും അവർക്ക് സാധിച്ചില്ലല്ലോ. കുഞ്ഞിലെ മുതൽ അവൾ അകറ്റി നിർത്തിയിട്ടുള്ളൂ. ഒരുപക്ഷെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവൾക്ക് നടന്നത് അവൾ തന്നോട് പറയുമായിരുന്നെന്ന് വൈഷ്ണവ് ചിന്തിച്ചു. മഹിയുടെ ആത്മ, നീ എന്നെ അങ്ങനെയാണോ കണ്ടു വേദു? ഒരിക്കലെങ്കിലും നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ
ഞാൻ നിന്നെ ചേർത്ത് നിർത്തിയേനെ. ഒരിക്കലും കൈവിടില്ലായിരുന്നു. എന്തെന്നോട് പറയാതിരുന്നത്? ആതിര, അവൾ പോലും എന്നോടൊന്നും പറഞ്ഞില്ല. മഹി നിറഞ്ഞ കണ്ണുകളോടെ അവിടെ നിറങ്ങിപ്പോയി. മാധവിന് കണ്ണീരൊഴുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ നീവിന് അന്ന് കുറച്ച് സമാധാനമുള്ള ദിവസമായിരുന്നു. ഒരുപാട് നാളത്തെ വിഷമങ്ങൾ മനസ്സിൽ നിന്നും ഇറക്കി വച്ചതുപോലെ. പിറ്റേ ദിവസം ജനൽ കൂടെ അവൾ മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു ജീപ്പ് വരുന്നത് കണ്ടു. അവൾ നെറ്റി ചുളിച്ച് നോക്കി. രഘുവിൻ്റെ വണ്ടി കണ്ടതും അവളൊന്ന് മന്ദഹസിച്ചു. ശാരദ നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ വരവേറ്റു. വൈഷ്ണവ് അതൊന്നും അറിയാതെ പുലർച്ചെ തന്നെ ബാംഗ്ലൂരിൽ പോയിരുന്നു. രഘു അകത്തേക്ക് കയറി. ശാരദ അവനോട് പറഞ്ഞു മാധവൻ കല്യാണത്തിന് സമ്മതിച്ചതൊക്കെ. അവനൊന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിലെ മുതൽ ഞാൻ മോഹിച്ച മുതലാണ് കയ്യിന്ന് പോയെന്നാ വിചാരിച്ച്. ആ സമയത്ത് ഞാൻ ജയിലിലായിപ്പോയി. അതാ അവളെ കിട്ടാഞ്ഞത്. പക്ഷേ ഇനി അവൾ എൻ്റെതാ, എൻ്റേത് മാത്രം. അവന് പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. മഹിയും വൈഷ്ണവും നിവിയുടെ കാര്യങ്ങൾ അറിഞ്ഞ ഷോക്കിലായിരുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെ അവളോട് പോയി ചോദിക്കും? കല്യാണത്തിൻ്റെ അന്ന് അവൾ പറഞ്ഞപ്പോൾ പോലും അവളെ സ്നേഹത്തോടൊന്നും നോക്കിയില്ല. ഒരുപക്ഷെ സ്നേഹത്തോട് അവൾ ചോദിച്ചിരുന്നെങ്കിൽ, സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ അവൾ പറഞ്ഞതിനെല്ലാം വൈഷ്ണവ് ആലോചിച്ചു. തനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒരിക്കൽ പോലും അവളെ ചേർത്ത് പിടിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അവനകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. മാധവൻ നിവേദയുടെ അടുത്തേക്ക് വന്നു. നിവ്യയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാളൊന്നും അറിയാത്തതുപോലെ താന്നിരുന്നു. അയാൾ ദൂരെ എങ്ങും നോക്കി പറഞ്ഞു, മോളെ രഘു വന്നു, കണ്ടു. മോളെ നമുക്ക് കല്യാണം വേണ്ട. ഞാൻ പറയാം അവരോട്. വേണ്ട, എനിക്ക് സമ്മത. മോളത് സമ്മത. ഞാൻ വൈഷ്ണവിയോട് ചോദിക്കട്ടെ? വേണ്ടച്ച, ചോദിക്കണ്ട. എൻ്റെ കാര്യമല്ലേ. ഏട്ടൻ എൻ്റെ ആരുമല്ലല്ലോ. അപ്പം ഏട്ടനോട് ചോദിക്കണ്ട. മോളെ, അച്ഛൻ എന്നോട് കുറച്ചൊരു സ്നേഹമുണ്ട്. ഈ കല്യാണം നടക്കട്ടെ. രഘു അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. കേട്ടല്ലോ, അവൾക്ക് സമ്മത. ഞാൻ കൊണ്ടുപോകാൻ പോകുക. ഇനി നിന്നാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സ് മാറ്റും. ഇവളെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ നിമിഷം ഞാൻ കൊണ്ടുപോകുക. മാധവനകത്തറഞ്ഞു നിന്നു പോയി. രഘു ബലത്തോടെ തന്നെ നിവിയുടെ കയ്യിൽ പിടിച്ചു. ബലം പിടിക്കണ്ട, ഞാൻ വന്നോളാം. രഘു ഒന്ന് അവളുടെ കയ്യിൽ വിട്ടു. രഘു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോട്ടച്ച, ഇനി കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ സമ്മതിക്കില്ല. വേണ്ട മോളെ, ഈ ബന്ധം വേണച്ച. അച്ഛനിതിന് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ശവം കാണും. മാധവനൊന്ന് ഞെട്ടി. അവളുടെ കണ്ണിലെന്തോ ആളിക്കത്തുന്ന പോലെ തോന്നിയയാൾക്ക് നിവിവേഷമൊന്നും മാറാതെ അവളുടെ ബാഗിലെല്ലാം എടുത്തു വെച്ച് പുറത്തേക്കിറങ്ങി. വൈഷ്ണവ് മഹിയെ ഫോൺ വിളിച്ചു. എന്താ വൈഷ്ണവ്? എൻ്റെ പെങ്ങളെ സ്വീകരിക്കാൻ പറ്റൂ? ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൊച്ചിത്ര അനുഭവിച്ചത്. ഞാനും എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാനും അറിഞ്ഞില്ല. അവൾ പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ അവളെ മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഞാനും ആ പാവത്തിന് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സത്യം, ഞാൻ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചവളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. സൂരജായിരിക്കും എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ഇട്ടത്. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പെണ്ണിനവന് അവളുടെ എല്ലാ കുറവും മറന്ന് തനിക്ക് സ്വീകരിക്കാൻ പറ്റൂ? എന്തുകൊണ്ടില്ല? പറ്റും, ഉറപ്പായും പറ്റും. ഞാൻ നോക്കിക്കോളാം അവളെ. അവിടെ നടക്കുന്നു അറിയാതെ അവർ ഫോണിലെ സംസാരം തുടർന്നു. നിവി അവനൊപ്പം പോകാൻ ഇറങ്ങി. അപ്പോഴേക്കും ഒരു കാർ മുറ്റത്തേക്ക് വന്നു. നിവി സംശയത്തോട് നോക്കി. ദക്ഷി ഡോർ തുറന്നിറങ്ങി വന്നു. ഒരു വയസ്സായ സ്ത്രീയുമുണ്ട്. അവർ നിവിയെ പോയി തലോടി. എല്ലാവരെയും സംശയത്തോടെ നോക്കി നിന്നു. നല്ല സുന്ദരി മോളാണല്ലോ, എൻ്റെ മോന് നന്നായി ചേരും. നിവിയൊന്ന് അന്താളിച്ചു. വിഷമിക്കേണ്ട, ദക്ഷി എല്ലാം പറഞ്ഞു. അവൾ എപ്പോഴും വാതോരാതെ സംസാരിക്കായിരുന്നു. കേട്ടോ മോളെക്കുറിച്ച്? അപ്പോഴേക്ക് വിചാരിക്കും നേരിട്ട് കാണണമെന്ന്. ഇപ്പോഴാ പറ്റിയത്. അത് ഈ കോലത്തിൽ. ആ വൃദ്ധയുടെ കണ്ണ് നിറഞ്ഞു. അവർ അവളെ അരുമയായി തലോടി. നീ എവിടെ പോകുക? രഘുവേട്ടൻ്റെ. എന്തിന്? നീ ആരാടി കൊച്ചേ? നമ്മുടെ കല്യാണ നിങ്ങളുടെയോ? ഇവളതിനെ സമ്മതിച്ചോ? അതുകൊണ്ടല്ലേ കൊണ്ടുപോണത്. ശരി, അതിനെ ദൂരെ കൊണ്ടുപോകുന്ന എന്തിനാ? ഇവിടെ നിന്ന് കിട്ടിയ പോലെ. ഇവിടെ നിന്നാൽ ശരിയായില്ല, അതുകൊണ്ട് ഞാനങ്ങ് കൊണ്ടുപോകുക. ഓ, അവളെ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ലല്ലോ. നിന്റെ സമ്മതം ആർക്ക് വേണം? ദക്ഷി, വെറുതെ ഒരു പ്രശ്നം വേണ്ട. ദക്ഷി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. ഞാൻ നിന്നെ കൊണ്ടുപോകാനാ വന്നത്. എങ്ങോട്ട്?
എൻ്റെ വീട്ടിലേക്കും? വേണ്ട ദക്ഷി, വേണം. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, അല്ല അച്ചമ്മേ? വേണ്ട, അത് ശരിയായില്ല. രഘു അവരെ മറികടന്ന് നിവിയുടെ കയ്യിൽ പിടിച്ചു. അവൾ വലിച്ചുകൊണ്ട് പോകാൻ നോക്കി. ദക്ഷയുടെ മുന്നിൽ കയറി നിന്നു. രഘു അവളെ കൂർപ്പിച്ചു നോക്കി. വിട അവളുടെ കയ്യിൽ നിന്ന്. നീ ആരാടി അത് പറയാൻ? തനിക്ക് അവളുടെ കൈ വിടുന്നതാകും നല്ലത്. അല്ലെങ്കിൽ മോനെ, നീ വിവരം അറിയൂ. ഇത് പെണ്ണെ, ചിലക്കഥ മാറി നിൽക്കടി. ഓ, അത്രയ്ക്കായോ? എങ്കിൽ ഇവളെ താൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി. രഘുനവിയുടെ കൈകൾ മുറുക്കി മുന്നോട്ട് നടന്നു. പക്ഷെ അപ്പോഴേക്കും കാറിന്റെ ഡോർ തുറന്ന ഒരാൾ ഇറങ്ങി. എല്ലാവരും അങ്ങോട്ട് നോക്കി.